ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ ഒരുപാട് ലാബുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ആസ്റ്റർ ലാബ്സ്? പ്രമുഖ ഹോസ്പിറ്റൽ ശൃംഖലയായ ആസ്റ്റർ ഗ്രൂപ്പ്സിന്റെ കീഴിലുള്ള ആസ്റ്റർ ലാബ്സ് ആസ്റ്റർ ഹോസ്പിറ്റലുകൾ പോലെ തന്നെ മികച്ച സേവനങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കുന്നു. ഉയർന്ന നിലവാരത്തോടു കൂടിയ ആരോഗ്യ പരിശോധനകളാണ് കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ആസ്റ്റർ ലാബ്സിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ഹെൽത്ത് ചെക്കപ്പ് സൗകര്യമുള്ള ആസ്റ്റർ ലാബ്സ് നിങ്ങളുടെ ആവശ്യാനുസരണം പരിശോധനകൾ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യുന്നു. JCI NABL അക്രഡിറ്റേഷനോട് കൂടിയ ആസ്റ്റർ ലാബ്സ് ഇന്റർനാഷണൽ പേഷ്യൻസിന്റെ വിശ്വസ്ത ബ്രാൻഡാണ്. അപ്പോൾ ഇനി ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യാൻ ആസ്റ്റർ ലാബ്സ് തന്നെ തിരഞ്ഞെടുക്കും. ആസ്റ്റർ ലാബിന്റെ മികച്ച സേവനങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും. ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള TP റോഡിൽ പരിശോധനകളിൽ ഇളവുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 86066562. വടക്കാഞ്ചേരി പുഴ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പുഴയോര കരിങ്കൽ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്ന പ്രവൃത്തിയിൽ പുഴ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചില്ലെന്ന് ആരോപണം. പുഴയോര കയ്യേറ്റങ്ങൾ ഇറിഗേഷൻ അധികൃതർ അളന്ന് തിട്ടപ്പെടുത്തി കുറ്റിയടിച്ചിരുന്നു. എന്നാൽ ഈ കുറ്റികൾ ചിലർ പിഴുതുമാറ്റി കയ്യേറ്റങ്ങൾ ഒഴിവാക്കാതെ പുഴ കെട്ടി സംരക്ഷിക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. പുഴയുടെ പല ഭാഗങ്ങളിലും കയ്യേറ്റങ്ങൾ ഉള്ളതായി നഗരസഭാ ഡിവിഷൻ കൗൺസിലർ PN വൈശാഖ് ആരോപിച്ചു. പുഴ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സൈഡുകളിൽ സംരക്ഷണ ഭിത്തി ഇറിഗേഷൻ്റെ നേതൃത്വത്തിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സംസ്ഥാന സർക്കാർ 10 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഇത് കെട്ടുന്നതെന്നാണ് എല്ലാ ആളുകൾക്കും അറിയുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, പലപ്പോഴും ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥർ അളവ് കൃത്യമായി അവർ ഡിജിറ്റൽ സർവേയുടെ ഭാഗമായിട്ട് അളവ് വെച്ച് പോയ അളവ് പലപ്പോഴും പല ആളുകളും ആ അളവ് വെച്ച കോലുകൾ എടുത്ത് വലിച്ചെറിയുകയും അളവുകൾ മാറ്റി വയ്ക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ഇവിടേക്ക് വന്നപ്പോൾ ഒരു കുപ്പിക്കഴുത്ത് രൂപപ്പെടുകയും ഈ മേഖലയിൽ താമസിക്കുന്ന ചാലിപ്പാടം കുഴിപ്പള്ളി റോഡിൽ താമസിക്കുന്ന ആളുകൾ ജനപ്രതിനിധിയായ ഞാൻ ഉൾപ്പെടെ സന്ധ്യ ഉൾപ്പെടെയുള്ള ഞങ്ങൾ കൗൺസിലർമാരുടെ അടുത്ത് പരാതി പറയുകയും നമ്മൾ ആളുകളോട് കൃത്യമായി അത് ഉദ്യോഗസ്ഥരോട് നമ്മൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഈ മേഖലയിൽ ഈ ഭാഗത്ത് വർക്ക് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആളുകളും കൂടി പരാതി പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇത് വീണ്ടും സർവേ ചെയ്യാൻ ഇറിഗേഷൻ്റെ വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ഏകദേശം 2.5-3 മീറ്ററോളം വ്യത്യാസമാണ് പുഴയും ഇപ്പോൾ ഈ കെട്ടുന്ന സ്ഥലവും കെട്ടേണ്ട സ്ഥലവും തമ്മിൽ ഉള്ളത്. അതിപ്പോൾ കൃത്യമായിട്ട് കയറിട്ട് കെട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും സ്ഥലം ഒഴിപ്പിച്ച് ഇവിടെ വേണ്ട കെട്ട് പുഴയിൽ കെട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പുഴയിൽ വരുന്ന വെള്ളം ഈ പുഴയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ഇത് കരയിലേക്ക് കയറി ഇവിടെയുള്ള ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ പണി തുടങ്ങേണ്ടത് ജനുവരി മാസത്തിലാണ്. പലപ്പോഴും ഉദ്യോഗസ്ഥരോടും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട MLA ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ പണി എത്രയും വേഗം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് തുടങ്ങും എന്ന് പറഞ്ഞ് നീട്ടി ഇത് ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പണി തീർക്കാൻ സാധിക്കാത്തൊരു സ്ഥിതി വടക്കാഞ്ചേരിയിലുണ്ട്. സൈഡിലെ സംരക്ഷണ ഭിത്തികളുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ഇതിനേക്കാളെല്ലാം ഉപരി ആളുകളെല്ലാവരും ആവശ്യപ്പെടുന്നത് സംരക്ഷണ ഭിത്തി കെട്ടലല്ല, വടക്കാഞ്ചേരി പുഴയിലുള്ള മണ്ണ് അടിഞ്ഞുകൂടിയ പ്രളയത്തിലുമൊക്കെ വന്നിട്ടുള്ള മണ്ണ് അത് നീക്കം ചെയ്യണമെന്നാണ് വടക്കാഞ്ചേരിയിലെ ജനങ്ങളും ഞങ്ങൾ ജനപ്രതിനിധികളും കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പകരം സംരക്ഷണ ഭിത്തി കെട്ടിയതിന് ശേഷം ഞങ്ങൾ ഈ മണ്ണ് നീക്കം ചെയ്യുമെന്നാണ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വടക്കാഞ്ചേരി പുഴയിൽ ഇപ്പോൾ കിടക്കുന്ന മണ്ണിൻ്റെ സ്ഥിതി എന്താണ്. ഈ മണ്ണ് ഇളക്കി പുഴയിൽ ഒഴുക്കി വിട്ടതുകൊണ്ട് കാര്യമില്ല. ഈ മണ്ണാണ് ഇവിടെ നീക്കം ചെയ്യേണ്ടത്. അതിനു വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ഉപവാസം ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതമാവുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുക. കയ്യേറ്റങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തിയ ശേഷമാണ് കരിങ്കൽ കെട്ടുന്നതെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.